മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. ഓക്കെ, എന്താണ് അവരിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാനായിട്ട് അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നേരം നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ, നിങ്ങളെ കോൾ ചെയ്യാൻ ഒക്കെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് നിങ്ങളെ ഒരുപാട് ഈ ഒരു സമയത്ത് അവർ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ചിലപ്പോൾ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലോ ആയിരിക്കാം. പക്ഷെ അവരുടെ ഒരു പ്ലാനിങ് അനുസരിച്ചൊന്നും അല്ല ഒരു ഔട്ട്കം ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ വ്യക്തി പറയുകയാണ്. കാരണം അവർ ചിലപ്പോൾ തമാശയ്ക്ക് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലൊരു സെപ്പറേഷനിലേക്ക് പോയ വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അൺഫിനിഷ്ഡ് ബിസിനസ്. ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ പൂർത്തിയാവാത്തതായിട്ടുണ്ട് എന്നിവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു പോകരുത് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ ഹാവൻ ഗിവൺ അപ്പ് ഓൺ ആസ് യെറ്റ്. ഇപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും അവർ പൂർണ്ണമായിട്ടും എല്ലാം നഷ്ടമായി പോയി, എല്ലാം എൻഡായിപ്പോയി എന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഇനിയും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഒരു സിറ്റുവേഷൻ ബാക്ക് ടു നോർമൽ ആകും എന്നൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് അവർ നിങ്ങളെ അടുത്ത് പറയുന്നത്. ആൻഡ് വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഇത് രണ്ടുപേരെയും ഒരുപോലെ തന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഈ ഒരു ഡാമേജ് എന്ന് പറയുന്നത് രണ്ടു പേർക്കും അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഒരാൾ കാരണം മറ്റൊരാളുടെ ലൈഫിൽ വിഷമങ്ങൾ ഉണ്ടായിപ്പോയി എന്ന് രണ്ടു പേരും ഒരുപോലെ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു അവസ്ഥയിൽ ഇവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ ഒന്നും റിലേഷൻഷിപ്പിൽ സംഭവിക്കരുത് എന്നവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവരാഗ്രഹിച്ചതിന് വിപരീതമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അവരിപ്പോൾ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് നൽകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് സ്നേഹം, ഒരുപാട് കെയർ, അറ്റൻഷൻ ഒക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉണ്ടാവണം, എപ്പോഴും നിങ്ങൾക്ക് ഒരു കെയർ തരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയിൽ നിന്ന് അതൊന്നും തന്നെ നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. സ്റ്റാർട്ടിങ് ടൈം മുതൽ ഇതുവരെയും അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ അവരാകെ തകർന്നു പോയിരിക്കുകയാണ്. അവരുടെ ഹൃദയം തകർന്നു പോലുള്ളൊരു വേദനയൊക്കെ അവർക്ക് അനുഭവപ്പെടുകയാണ്. കാരണം അവരുടെ ലൈഫിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെയാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. ഈ ഒരു സമയത്ത് ഒരു ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അവർക്ക് അവരുടെ മൈൻഡ് ക്ലിയർ ആവാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റി, നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റി, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിച്ചു. ഇതൊക്കെ ഈ ഡിറ്റാച്ച്മെൻറ്റ് കാരണം അവരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ്. ആൻഡ് നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടായത്. നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്താണ് അവരോട് പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ആൻസർ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തു വന്നു എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്, ഈ ഒരു സമയത്ത് പറയാനും ആഗ്രഹിക്കുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഓക്കെ, നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിൽ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്, ബെറ്റർ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് ഈ വ്യക്തിയുടെ കാര്യവുമായിട്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് തികച്ചും ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എപ്പോഴും അവരുടെ ലൈഫിൽ ഒരുപാട് അർജൻസ് വരാറുണ്ട്, അവർ അതിൻ്റെ ഒക്കെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണ്. അതിനിടയിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രത്തോളം അവരുടെ ലൈഫിൽ അവർ ബിസി ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാനൊന്നും വ്യക്തിക്ക് കഴിഞ്ഞില്ല. അതിലെല്ലാം ഈ വ്യക്തി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവരിപ്പോൾ പറയുന്നത് അവർക്ക് തന്നെ അവരോട് സ്വയം വാല്യൂ ഇല്ല, അവർക്ക് സ്വയം ഒരു വാല്യൂ കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അൺവർത്തി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം അവരെ. ഓക്കെ, ആൻഡ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. ഇപ്പോഴും അവർക്ക് പല കാര്യങ്ങളും മിസ്സാവുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിച്ചിരുന്ന ദിവസങ്ങൾ വളരെ കുറച്ചായിരിക്കാം, ചിലപ്പോൾ ആ സ്പെൻഡ് ചെയ്തിരുന്ന നിമിഷങ്ങൾക്ക് വളരെ കുറച്ചായിരിക്കാം. കൂടുതലും നിങ്ങൾ ഫോൺ വഴിയുള്ള കോണ്ടാക്ട്സ് മാത്രമായിരിക്കും കൂടുതലുണ്ടായിരുന്നത്. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നത് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമുള്ള സമയങ്ങളായിരുന്നിരിക്കാം. അതൊക്കെയും ഇപ്പോൾ അവർക്ക് ജസ്റ്റ് മിസ്സാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവരതെല്ലാം ഓർത്ത് വിഷമിക്കുകയാണ്. കാരണം അത്രയും നല്ല സന്തോഷം ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ലൈഫിൽ അവർക്കിപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നത്, നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിവൈൻ ട്രസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം ഇപ്പോൾ ഒരിക്കലും നിങ്ങളെയും ഈ വ്യക്തിയും തമ്മിൽ ഒരു ഡിസ്റ്റൻസിനെയും വേർതിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രയും ആഴത്തിൽ നിലനിൽക്കുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അവർ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഒരുപാടെന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാക്കായിപ്പോയി. കാരണം അവർ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് ഈ വ്യക്തിയെ കാത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങളിൽ ഈ വ്യക്തി വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ചിലപ്പോൾ അതിനൊന്നും ഒരു പരാതി ഉണ്ടായിട്ടില്ല. പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് മാറുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അത്രയും നിങ്ങളെ പെയിൻ കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു, അവർ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ അവർക്ക് ഭയങ്കര ഗിൽറ്റ് ഫീൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് പലരുടെയും ലൈഫിൽ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് സത്യങ്ങൾ എന്തൊക്കെയാണ്, ആ സമയത്തൊക്കെ എന്താണ് സംഭവിച്ചത്, പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു കാര്യമല്ല, ഒരുപാട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാം ഒരു റീസൺ അവർ പറയാൻ ഇപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ലൈഫിൽ അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിൽ അവർക്ക് ചിലപ്പോൾ സംഭവിച്ചു പോയ കുറേ കാര്യങ്ങളായിരിക്കാം. എന്തായാലും അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. മേ ബി അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. അതിനുശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ റീ എൻ്റർ ചെയ്യും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു അപ്രോച്ച് ഉടനെ തന്നെ ലൈഫിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് നിങ്ങൾ അവരെ ഒന്ന് കേൾക്കുക, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുക. ഓക്കെ, ആൻഡ് ഈ റീഡിങ് കേൾക്കുന്ന വ്യക്തികൾക്ക് ഉടനെ തന്നെ ഒരു യൂണിയൻ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. ഒരുപാട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കാതെ പകച്ചു നിന്നൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്, അത് അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ ഒരു പെയിനാണ് ഇപ്പോഴും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും അത് പറയുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വേദനിപ്പിച്ചു ആ ഒരു കാര്യം. അവർ അനുകൂലമായിട്ടൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവർ സംസാരിക്കേണ്ട സാഹചര്യത്തിൽ അവർ ആ ഒരു ഡിസിഷൻ എടുത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ടോക്ക് അവിടെ ഉണ്ടായില്ല. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ വ്യക്തി എനിക്ക് വേണ്ടി സംസാരിക്കും, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറയും. ഇങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത് മനസ്സിലാകേണ്ട വ്യക്തികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ എനർജീസ് ഇങ്ങനെ വളരെ പീക്കായിട്ട് നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞ് നമുക്ക് വ്യക്തത തരാൻ പറ്റുന്നില്ല. അത്രത്തോളം
മാനസികമായിട്ട് വേദനിക്കുന്നവരുണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് 2 പേർക്കും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. 2 പേർക്കും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയമാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്താണോ ചിന്തിക്കാനുള്ളത്, എന്താണോ തിരഞ്ഞെടുക്കാനുള്ളത്, അതിനുള്ളൊരു അവസരമാണ് ഈ ഒരു സ്പേസിൽ ഈ ഒരു ടൈം ഡിലേ ഒക്കെ തന്നിട്ടുള്ളത്. ആൻഡ് യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അവരുടെ തെറ്റുകൾ തിരുത്താനും അവരുടെ ഷാഡോ സൈഡ്, അവരുടെ തെറ്റായ വശങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനൊക്കെ അവർ സഹായിച്ചിരിക്കുകയാണ്. അവരത് മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ തെറ്റുകൾ അവർ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഇതാണ്. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും അനുകൂലമായത് കറക്റ്റായിട്ടുള്ള റീഡിംഗ് ആവാനുള്ള സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.